ഹേ ഗായ്സ്, ഞങ്ങൾ ചെറിയൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ഇതേതാ കോളേജ് എന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ കേരളവർമ്മ കോളേജ്. ഇവൻ ഇവിടുത്തെ ഡെഡിക്കേറ്റഡ് കാവൽക്കാരനാണെന്ന് തോന്നുന്നു. ഭയങ്കര ഡെഡിക്കേഷനായിരുന്നു, ഒട്ടും മൈൻഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചുമ്മാ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് അവൻ വന്നത്. മഴ. പിന്നെ അവൻ അവിടെ പെയ്ത് ഭയങ്കര സീനാക്കി തുടങ്ങി. അപ്പം ഞങ്ങളൊന്ന് സൈഡായി. എന്തായാലും അവൻ ഒന്ന് പോയിക്കോട്ടെ വെച്ചു. നനയാൻ മടിയായിട്ട് വരുന്നില്ല. പിന്നെ സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ട് കുറേ വണ്ടികളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു ആന. പിന്നെ ഇവിടെ എന്തോ വട്ടമേശ സമ്മേളനമാണെന്ന് തോന്നുന്നു. ഭയങ്കര കാര്യമായിട്ട് എന്തോ ഡിസ്കഷനായിരുന്നു. എല്ലാവരും ഇവർക്ക് സൈഡ് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളും അതുപോലെയായിരുന്നു. അത് കഴിഞ്ഞ് ഇവനെ കണ്ടപ്പോഴായിരുന്നു ഇവൻ്റെ ആ ഒരു ചാട്ടത്തിൻ്റെ സ്റ്റൈൽ കണ്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവൻ അവിടുത്തെ ഏരിയയുടെ ഡോണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ നോട്ടം കണ്ടോ. പിന്നെ ഇത് നമ്മുടെ അമ്പലമാണ്. ബാബാ, നമുക്ക് അമ്പലത്തിൻ്റെ കുളത്തിൽ പോവാം. ഇവിടെ മഴയൊക്കെ പെയ്ത് നിൽക്കണമായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ ഫുള്ളൊരു പച്ചപ്പായിരുന്നു. പിന്നെ അതിൽ കുറേ മീനൊക്കെ ഉണ്ട്, വലിയ മീനും ചെറിയ മീനും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിലെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു വൈബാണ് ആ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ. പിന്നെ ഇത് കണ്ടു, അവിടുന്ന് ചെറിയൊരു തോടാണ്, അതിൽ മണ്ണും മീനും ഒരേ കളറ്. സൂക്ഷിച്ച് നോക്കണം, എന്നാൽ മാത്രമേ കാണൂ. അതൊക്കെ കണ്ട് പതുക്കെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ മറ്റൊരു പൂച്ച സാറിനെ ഞങ്ങൾ കണ്ടത്. വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്ത് തന്നു. വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴാണ് നമ്മുടെ ബട്ടർഫ്ലൈസ് ലാലാല പാടിപ്പോകുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് ഇഡ്ഡലി തട്ട് പോലെയുള്ള നമ്മുടെ റോഡിനെ നിരപ്പാക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു നടത്തം കഴിഞ്ഞ് ഇനി പിന്നെ കാണാം. ഓക്കെ, ബൈ.